ഈ അടഞ്ഞു കിടക്കുന്ന തിയേറ്ററിലൊക്കെ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കാം. ലോൺ അടയ്ക്കണം, അങ്ങനത്തെ ഒരു കണക്കുകളൊക്കെ ലഭിച്ചിട്ടുണ്ടോ? അല്ല, മിക്ക തിയേറ്ററുകളും അല്ല, കേരളത്തിലെ 100% തിയേറ്ററുകളും അടഞ്ഞു കിടക്കുക. 100% തിയേറ്ററുകളും അടഞ്ഞു കിടക്കുക. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് പേരിന് ഒരു ഷോയൊക്കെ ഇട്ട് കളിക്കുന്നത് അത് ഞങ്ങളുടെ ഉപകരണങ്ങൾ നാശമാവാതിരിക്കാൻ വേണ്ടിയാണ്. അല്ലാത്ത ഫലത്തിൽ കേരളത്തിലെ 100% തിയേറ്ററും അടഞ്ഞു കിടക്കുകയാണ്. അതിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ പറ്റി എല്ലാവരും പറയുന്നുണ്ട്. എങ്ങനെ ലോൺ അടയ്ക്കാൻ പറ്റും, എങ്ങനെ ഇലക്ട്രിസിറ്റി ചാർജ് അടയ്ക്കാൻ പറ്റും എന്നുള്ള വ്യാകുലത എല്ലാവരിലുമുണ്ട്. പക്ഷേ അത് എങ്ങനെയെങ്കിലും തരണം ചെയ്യാതെ വരെ നിവൃത്തിയില്ല. ഇനി ഏതെങ്കിലും കൊള്ളപ്പലിശക്കാരെ ഇനിയും ആശ്രയിക്കേണ്ടി വരും. ഇനി അടുത്ത മാർച്ച് 19 മുതൽ കളിക്കുന്ന പടങ്ങളുടെ എല്ലാ ലാഭവും അവർക്ക് മുതലും പലിശയും തീർത്ത് കൊടുക്കേണ്ടി വരും. അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഇപ്പം കഴിഞ്ഞ തവണയൊക്കെ ഇങ്ങനെ പ്രതിസന്ധി നമ്മൾ പറഞ്ഞു, എമ്പുരാൻ നമ്മളെ കടം വീട്ടി തന്നു. അങ്ങനെ കുറേ സിനിമകൾ ഇനിയും വരുന്നുണ്ട്. ഇനി നമ്മൾ പ്രതീക്ഷ വെക്കുന്ന സിനിമകളുണ്ടോ? തിയേറ്ററുകാർക്ക് ഒരു പ്രതീക്ഷ ഉണ്ടാകും സിനിമകൾ. ഇനി ആടുത്തിരി വരാൻ വരുന്നു, ദൃശ്യം വരാൻ പോകുന്നു, മോഹൻലാൽ മമ്മൂട്ടി അഭിനയിച്ച സിനിമ വരാൻ പോകുന്നു. അപ്പം ഇങ്ങനെ പ്രതീക്ഷ എത്രമാത്രമുണ്ട് ഇനി വരുന്ന സിനിമകളിൽ? പണ്ട് നമുക്ക് പേരെടുത്ത് പറയത്തൊക്കെ 1-2 സിനിമയായിരുന്നു വരുന്നത്. ഇന്നിപ്പോൾ അതല്ല. മാർച്ച് 19 മുതൽ ആക്ച്വലി മെയ് 30 വരെ വരുന്ന എല്ലാ ചിത്രങ്ങളിലും നമുക്ക് വലിയ പ്രതീക്ഷയുള്ളൂ. അത് നമുക്കറിയാൻ പറ്റും. ഒരു റിലീസിൻ്റെ ആ ഒരു പട്ടിക കണ്ടു കഴിഞ്ഞാൽ തന്നെ മാർച്ച് 19 4-5 ചിത്രങ്ങളുണ്ട്. ഇതെല്ലാം പ്രതീക്ഷയുള്ള പടങ്ങളാണ്. ഏപ്രിൽ 2 2 പടങ്ങളുണ്ട്. അത് അതിനേക്കാൾ പ്രതീക്ഷയുള്ള പടങ്ങളാണ്. ഏപ്രിൽ 9 ഒരു പടമുണ്ട്. അത് അതിഭയങ്കര പടമാണ്. പിന്നെ ഏപ്രിൽ 23 ഇന്ന് വരെ മലയാള സിനിമ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പടമാണ് വരുന്നത്. മമ്മൂട്ടി, മോഹൻലാൽ, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോപ്പൻ എന്നിവരെല്ലാം കൂടെ ഒന്നിച്ച ഒരു പടമാണ് വരുന്നത്. അതിൽ തിയേറ്ററുകാരുടെ പ്രതീക്ഷ വാനോളമാണ്. പിന്നെ മെയ് 14 വരുന്ന പടങ്ങളെപ്പറ്റി പറയാനൊന്നുമില്ല, അത്ര പ്രതീക്ഷയാണ്. അപ്പോൾ ഈ ഒരു വെക്കേഷൻ സമയം ഒരു 2 മാസം, ഏകദേശം ഒരു 2.5 മാസം തിയേറ്ററുകളിൽ ഉത്സവമായിരിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അപ്പോൾ അത് ഓർക്കുമ്പോഴാണ് ഇപ്പോഴത്തെ ആ ഒരു വിഷമം ഒരു അല്പം മാറി കിട്ടുന്നത്. അന്ന് ഈ കാര്യങ്ങളെല്ലാം സാധിക്കാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പം താരങ്ങൾ അന്നത്തെ വിഷയങ്ങളൊക്കെ മാറി താരങ്ങളൊക്കെ ആയിട്ട് സഹകരിച്ച് പോകുന്നു. ഫിയോക്ക് വലിയ രീതിയിൽ സഹകരണമാണ്. ഫിയോക്കിൻ്റെ ഇടയ്ക്ക് ഡിസ്ട്രിബ്യൂഷൻ എടുത്തിരുന്നു, സിനിമകൾ എടുത്തു തുടങ്ങിയിരുന്നു. അത് ഒരു പരിധിവരെ വിജയം കാണാൻ പറ്റിയിട്ടില്ല എന്നൊരു പ്രേക്ഷകൻ എന്ന നിലയിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ അതെന്തുകൊണ്ടായിരുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഫിയോക്കിൻ്റെ ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ, ഈ ഫിയോക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ അത് വിജയം കണ്ടിട്ടില്ല എന്ന് പുറത്ത് നിൽക്കുന്ന പലർക്കുമാണ് തോന്നുന്നത്. പക്ഷേ അതൊരു വൻ വിജയമായിരുന്നു. കാര്യം അതിനാദ്യം നമ്മൾ ആലോചിക്കേണ്ടത് ഫിയോക്ക് ഈ ഡിസ്ട്രിബ്യൂഷൻ രംഗത്തിൻ്റെ വന്നതിൻ്റെ പർപ്പസ് എന്താണെന്നാണ് ആദ്യം ചിന്തിക്കേണ്ടത്. കാര്യം ഇവിടെ ചെറിയ ചെറിയ മലയാള ചിത്രങ്ങൾ ചെയ്തിട്ട് തിയേറ്ററുകൾ കിട്ടാതെയും ഇല്ലാന്നുണ്ടെങ്കിൽ അമിതമായ ചാർജ്, ഒരു 50 ലക്ഷം രൂപ മുടക്കി ഒരു ചിത്രം എടുക്കുന്നവന് ഏതെങ്കിലും ഒരു റിലീസിങ് കമ്പനിയിൽ ചെന്ന് കഴിഞ്ഞാൽ അവരാവശ്യപ്പെടുന്ന 20 ലക്ഷം രൂപ പടം റിലീസ് ചെയ്യാൻ ആവശ്യപ്പെടുന്നത്. അപ്പോൾ ആ വ്യവസ്ഥിതിക്ക് മാറ്റമുണ്ടായി. അതായത് ഇന്നത്തെ സ്ഥിതിക്ക് തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാതെ ഒരു പടവും OTT പോകാൻ പറ്റത്തില്ല, അവരെടുക്കത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ചിത്രങ്ങളെ സഹായിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അല്ലാതെ ഈ റിലീസ് വ്യാപകമായി ഒരു പ്രൈവറ്റ് പാർട്ടി റിലീസിന് എടുക്കത്തക്ക രീതിയിൽ എടുക്കുന്ന രീതിയിൽ ഞങ്ങൾക്ക് ചിത്രങ്ങൾ എടുക്കാൻ പറ്റത്തില്ല. കാര്യം ഞങ്ങളൊരു സംഘടനയാണ്. ഞങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപ കോടിക്കണക്കിന് രൂപ അഡ്വാൻസ് കൊടുത്ത് ഒരു ചിത്രം എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആ സ്ഥിതിയിൽ ഇങ്ങനെ റിലീസ് ചെയ്യാൻ തിയേറ്ററിക്കൽ റിലീസിന് വേണ്ടി ബുദ്ധിമുട്ടി നിൽക്കുന്ന നിർമ്മാതാക്കളെ സഹായിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഞങ്ങൾ റിലീസിനെത്തിയത്. അത് ഇന്നും നടക്കുന്നുണ്ട്. ചെറിയ ചെറിയ ചിത്രങ്ങൾ, അതായത് ഞങ്ങളില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും തിയേറ്ററിൽ വരാൻ സാധ്യതയില്ലാത്ത ചിത്രങ്ങൾ, ആ ചിത്രങ്ങളാണ് ഇപ്പോൾ ഞങ്ങൾ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു വളരെ ചെറിയൊരു ഫീസ്, ഞങ്ങളുടെ ഒരു വർക്കിംഗ് എക്സ്പെൻസ് മാത്രം കളക്ട് ചെയ്തുകൊണ്ട് ആ ഒരു ചിത്രങ്ങൾ തിയേറ്ററുകളിലേക്ക് എത്തിക്കുന്നുണ്ട്. ആ തിയേറ്ററുകൾ വരുന്നുണ്ട്. ഒരു 30 സ്റ്റേഷൻ 40 സ്റ്റേഷൻ വെച്ച് തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത് പോകുന്നുണ്ട്. ഇന്നും മാസത്തിൽ 1-2 ചിത്രങ്ങൾ ഞങ്ങൾ അങ്ങനെ തന്നെ റിലീസ് ചെയ്യുന്നുണ്ട്. അതിൽ പൂർണ്ണമായിട്ടും ലക്ഷ്യം കണ്ടെത്താൻ പറ്റിയെന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാര്യം അതിനുശേഷം ഈ ചെറുകിട നിർമ്മാതാക്കളെ കൊള്ളയടിച്ചുകൊണ്ടിരുന്ന ഡിസ്ട്രിബ്യൂഷൻ കമ്പനികളിൽ പലതും അവരുടെ ചാർജ് 25%, 10% ചുരുക്കിയിട്ടുണ്ട്. ഒരു ചെറിയ മലയാള ചിത്രം ചെയ്യുന്നതിന് നേരത്തെ 20 ലക്ഷം രൂപ 15 ലക്ഷം രൂപ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നവർ ഇന്ന് 2 ലക്ഷം രൂപ 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപയ്ക്ക് പോലും പടങ്ങൾ ചെയ്യാൻ തയ്യാറാവുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഫിയോക്ക് തീർച്ചയായിട്ടും അതിൽ ലക്ഷ്യം കണ്ടു എന്നുള്ളതാണ്. ഫിയോക്കിൻ്റെ ലക്ഷ്യമാണ് ആ ഒരു തീർച്ചയായിട്ടും എല്ലാ ചിത്രങ്ങളും, ചെറിയ ചെറിയ ചിത്രങ്ങൾ പോലും തിയേറ്ററിൽ കൊണ്ടുവരുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. കാര്യം ഒരു ചിത്രം തിയേറ്ററിൽ വന്നെങ്കിലേ അത് OTT പ്ലാറ്റ്ഫോമുകാർക്ക് ആവശ്യമുള്ളൂ. ആ റിലീസിന് മുമ്പ് അത് പറ്റത്തില്ല. അതിനും വിഷമിച്ച് നിന്ന ഒട്ടനവധി തിയേറ്ററുകൾ, ഞങ്ങളിപ്പോൾ ഈ ഒരു ഉദ്യമം തുടങ്ങിയിട്ട് ഏകദേശം 40ഓളം ചിത്രങ്ങൾ ഞങ്ങൾ റിലീസ് ചെയ്തിട്ടുണ്ട്. അത് മറ്റാർക്കും പറ്റുമെന്ന് ഞങ്ങൾ തോന്നുന്നില്ല. അതിലൊരിക്കലും ലാഭേച്ഛ നോക്കിയല്ല ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. ഒരു പൈസ പോലും പ്രതിഫലം മേടിക്കാതെ ഞങ്ങൾ റിലീസ് ചെയ്ത ചിത്രങ്ങളുണ്ട്. ഒരു 10-15 തിയേറ്ററുകൾ മാത്രം മതി എന്ന പടങ്ങൾക്ക് ഞങ്ങൾ പ്രതിഫലം മേടിക്കാതെ ചിത്രങ്ങൾ റിലീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഈ ചെറുകിട നിർമ്മാതാക്കളെ സഹായിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൊണ്ട് മാത്രമാണ്.
അതുപോലെ തന്നെയാണ് ആദ്യം തൊട്ടുള്ള ഒരു പ്രശ്നമായിരുന്നു അന്യഭാഷാ സിനിമയുടെ റേറ്റുമായി ബന്ധപ്പെട്ട് 50ഉം 55ഉം വരവും. അതിപ്പോഴും ചർച്ചകൾ നടക്കുന്നു. ഇപ്പോഴും അതിൻ്റെ ഒരു ഫലത്തിലേക്ക് എത്തിയതായിട്ട് തോന്നുന്നില്ല. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ചർച്ച നടന്നിരുന്നു. പല സിനിമ വന്നപ്പോഴും അതിൻ്റെ ഒരു പ്രശ്നമായിട്ട് ഫിയോക്ക് രംഗത്ത് വരികയും ചെയ്തു. അത് നടക്കില്ല എന്ന്. അത് എങ്ങനെയാണ് അന്യഭാഷാ സിനിമയുടെ ഒരു താരിഫുമായി ബന്ധപ്പെട്ട് തീരുമാനത്തിലേക്ക് എത്താൻ ഇതുവരെ സാധിച്ചിട്ടുണ്ടോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 100% ഞങ്ങൾ ആ താരിഫ് കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. കാര്യം അതിനെപ്പറ്റിയുള്ള ഞങ്ങളുടെ സംശയം, നമ്മുടെ ചിത്രങ്ങൾ അന്യഭാഷയിൽ ചെല്ലുമ്പോൾ മലയാള ചിത്രങ്ങൾ കർണാടകത്തിലോ തമിഴ്നാട്ടിലോ മഹാരാഷ്ട്രയിലോ തെലുങ്കാനയിലോ റിലീസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ടേംസ് എത്ര? മാക്സിമം 40%. അപ്പോൾ അന്യഭാഷാ ചിത്രങ്ങൾക്ക് മലയാള സിനിമയിൽ എന്തിന് അധികം ടേംസ് കൊടുക്കണം എന്നാണ് ഞങ്ങൾ ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനോട് ചോദിച്ചത്. അതായത് അന്യഭാഷാ ചിത്രങ്ങൾ മലയാളത്തിൽ റിലീസ് എടുക്കുന്നവർക്ക് ഈ തിയേറ്ററുകാരുടെ നിന്ന് കുത്തിപ്പിഴിച്ച് 10-15% കൂടുതൽ മേടിച്ചു കൊടുക്കേണ്ടുന്ന ധാർമ്മികത എന്താ? അവർ തന്നെ ഇടപെട്ട് മലയാള സിനിമയ്ക്ക് അന്യഭാഷകളിൽ ടേംസ് കൂടുതൽ വാങ്ങിച്ചു കൊടുക്കുകയല്ലേ ചെയ്യേണ്ടത്. അതില്ലാത്രത്തോളം കാലം അന്യഭാഷാ ചിത്രങ്ങൾക്ക് മലയാളത്തിന് അന്യദേശത്ത് കിട്ടുന്ന അതേ ടേംസ് കൊടുക്കുക, അതേ ടേംസ് മാത്രമേ കൊടുക്കൂ എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ നിലപാട്. ആ നിലപാടിൽ ഉറച്ചു നിന്നാണ് ഞങ്ങൾ ഇന്നും പോകുന്നത്. പക്ഷേ എന്നിട്ട് പോലും അന്യഭാഷ ചിത്രം കിട്ടുന്നതിനേക്കാൾ ഒരു 10% കൂടുതൽ ടേംസ് ഞങ്ങൾ അന്യഭാഷ ചിത്രങ്ങൾക്ക് മലയാളത്തിൽ കൊടുക്കുന്നുണ്ട്. കാര്യം മലയാളം അന്യദേശത്ത് റിലീസ് ചെയ്യുമ്പോൾ 40% ടേംസാണ് കൊടുക്കുന്നത്. പക്ഷേ അന്യഭാഷാ ചിത്രങ്ങൾ മലയാളത്തിൽ റിലീസ് ചെയ്യുമ്പോൾ ഞങ്ങൾ മിനിമം 50% ടേംസ് കൊടുക്കുന്നുണ്ട്. അത് ആ ചിത്രങ്ങളും അതെടുക്കുന്ന നിർമ്മാതാക്കളുമായിട്ടുള്ള ആ ഒരു സഹകരണത്തിൻ്റെ പുറത്താണ് കൊടുക്കുന്നത്. അത് ഇന്നും ഞങ്ങൾ അങ്ങനെ തന്നെ കൊടുക്കുന്നുള്ളൂ. അതിൽ കൂടുതൽ വേണം എന്ന് വാശി പിടിക്കുന്നവരുടെ പടങ്ങൾ ഞങ്ങൾ കളിക്കുന്നില്ല. അത്രയേ ഉള്ളൂ കാര്യം. അല്ല, അങ്ങനെ വാശിപിടുത്തം ഇപ്പോഴും ഉണ്ടോ? ഇടയ്ക്കിടയ്ക്കൊക്കെ 1-2 പേര് വാശി പിടിക്കും. പിന്നെ അവരുടെ ചിത്രങ്ങൾ തിയേറ്ററിൽ വരാതാകുമ്പോൾ അവർ ആ വാശി കളഞ്ഞിട്ട് 2-ൻ്റെയും 3-ൻ്റെയും പടങ്ങൾ തരും. അത്രയേ ഉള്ളൂ. പിന്നെ ഈ പടം എടുത്തുകൊണ്ട് വരുന്നവർക്ക് വലിയ നിർബന്ധമില്ല. കാര്യം ഒരു ചിത്രം ഉദാഹരണം ഒരു തമിഴ് പടം തന്നെ മലയാളത്തിൽ ഡിസ്ട്രിബ്യൂഷൻ എടുത്തുകൊണ്ട് വരുന്ന പാർട്ടിക്ക് അവർക്കറിയാം മലയാളത്തിൽ ഇത്ര ശതമാനം ടേംസ് കിട്ടുമെന്ന് അവർക്കറിയാം. അവരതിന് തരാനും തയ്യാറാണ്. പക്ഷേ ഇതിനിടയിൽ നിൽക്കുന്ന കക്ഷികളുണ്ട്. അവർ മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട്, അല്ല നിങ്ങൾ ഇത്ര ശതമാനം ടേംസ് കൂടുതൽ മേടിക്കണം എന്ന് നിഷ്കർഷിക്കുന്ന ചില അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനെയൊക്കെ നമ്മൾ നേരിട്ടിട്ടുമുണ്ട്. നിലവിൽ 50% തന്നെ ഉറച്ചു നിൽക്കും. അന്യഭാഷാ ചിത്രങ്ങൾക്ക് അന്യഭാഷാ ചിത്രങ്ങൾക്കും 50%ആണ് ഞങ്ങളുടെ ടേംസ്. പിന്നെ അമിത വിലയ്ക്ക് മലയാളത്തിൽ ഡിസ്ട്രിബ്യൂഷൻ എടുക്കുന്ന ചില വലിയ ചിത്രങ്ങളുണ്ട്. അതിന് മാനുഷിക പരിഗണന വെച്ച് ഞങ്ങൾ 55% കൊടുക്കും. അത് സെലക്ഷൻ ഉണ്ടാവും. അതായത് ഉദ്ദേശം ഒരു 10 കോടി രൂപയ്ക്ക് മുകളിൽ ഡിസ്ട്രിബ്യൂഷൻ എടുക്കുന്ന, കേരളത്തിൽ ഡിസ്ട്രിബ്യൂഷൻ എടുത്ത് കൊണ്ടുവരുന്ന പടങ്ങൾക്ക് ഒരു 5% ഞങ്ങൾ കൂട്ടിക്കൊടുക്കും. അതൊരു മാനുഷിക പരിഗണന വെച്ചാൽ. അല്ലാത്തതിന് 50%. 40 നടന്നിട്ടില്ല. ഇല്ല, 40 ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ ആവശ്യപ്പെടുന്നതുമില്ല. കാര്യം വെച്ചാൽ പിന്നെ നമ്മൾ മലയാള ഭാഷാ ചിത്രങ്ങൾ അന്യഭാഷയിൽ ചെല്ലുമ്പോൾ അവിടെ ഇത്ര രൂപ MG എന്ന് പറഞ്ഞ് കൊടുത്തല്ല കളിക്കുന്നത്. അവർ ടേംസിനാണ് കളിച്ചു കൊടുക്കുന്നത്. ഒരു തിയേറ്ററിൽ കളിച്ചാൽ ഇത്ര ശതമാനം ടേംസ് കൊടുക്കാമെന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ മലയാള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അന്യഭാഷാ ചിത്രങ്ങൾ എടുത്തുകൊണ്ട് വരുന്ന ഇത്ര കോടി രൂപ ഇല്ലെങ്കിൽ ഇത്ര ലക്ഷം രൂപ MG എന്ന് പറഞ്ഞാണ് എടുത്തുകൊണ്ട് വരുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരൊരു ചിത്രം എടുത്തുകൊണ്ട് വരുമ്പോൾ അതിൽ നഷ്ടപ്പെട്ട ആ നഷ്ടത്തിൻ്റെ ഒരു ചെറിയ വീതം തിയേറ്ററുകാരും സഹിക്കാന്നുള്ളൊരു കണ്ടീഷനാണ് ഞങ്ങൾ 40% എന്ന് പറയുന്ന ടേംസിൽ പിടിച്ചു നിൽക്കുന്നത്. പകരം 50% ടേംസ് കൊടുക്കും. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനെങ്ങനെ പലയിടത്തും ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്. ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. ആഹാ, എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ. എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജി ആണ് ഫ്യൂച്ചർ.